ഇനി എന്ത് കാണാനാ ഇങ്ങനെ നിൽക്കുന്നത്? എല്ലാം കഴിഞ്ഞു. കുഞ്ഞുമണിക്കും കുട്ടാപ്പൂവിനും ചോറ് കൊടുക്കുന്ന കുട്ടിമണിയെ വഴക്ക് പറഞ്ഞ് പൂക്കോടി വയലോരം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മനസ്സജൻ കുട്ടിമണിയെ ആശ്വസിപ്പിക്കുന്നു. വിനായകൻ പച്ചക്കറിക്കട തുടങ്ങുന്നത് മനസ്സജന്റെ സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാകുന്നു. ഈ സംരംഭത്തിൽ നിന്ന് പിന്മാറണമെന്ന് വിനായകനോട് അപേക്ഷിക്കുന്ന മനസ്സജൻ. തുടർന്ന് കാണുക. അയാളെ കണ്ടോ? ആരെ? ആ വിനായകനെ. അയാളെ കാണാൻ വേണ്ടിയല്ലേ സിജൻ തിരക്കിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? അല്ലാന്ന് സിജൻ പറഞ്ഞാലും എനിക്കറിയാം സിജൻ പോയത് അയാളെ കാണാൻ വേണ്ടി തന്നെയാണെന്ന്. എന്തോ ഒരു കാരണത്തിന് അയാളെ സിജൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുറപ്പാ. സീതെടുത്തി ഊഹിച്ചത് ശരിയാ. ഞാൻ വിനായകനെ കാണാൻ തന്നെയാ പോയത്. അത് വിനായകനെ പേടിച്ചിട്ടൊന്നുമല്ല. എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ചോദിക്കാൻ പോയതാ. അതാണ് സിജൻ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അയാൾ എന്തിനാ ഇങ്ങനെ സിജനെ തന്നെ വട്ടം വെക്കുന്നത്? നിങ്ങൾ തമ്മിൽ പറയത്തക്ക ബന്ധമൊന്നുമില്ലെന്ന് സിജൻ പറയുന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്കങ്ങനെയല്ല തോന്നുന്നത്. കാര്യമായ എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ തമ്മിൽ. അയാൾ ഇവിടെ ആദ്യം വന്നു കയറിയപ്പോ പറഞ്ഞത് അയാളുടെ വിലയേറിയ എന്തോ സിജന്റെ കയ്യിലുണ്ടെന്നാ. അതെ, അതിനുവേണ്ടി തന്നെയാ അയാൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. എന്താ അത് സിജ? അത് സീതെടുത്തി അങ്ങനൊന്നും എന്റെ കയ്യിലില്ല. പിന്നെ എന്തിനു വേണ്ടിയാ അയാൾ ഇവിടെ നിൽക്കുന്നത്? സിജനെ കുറിച്ച് മറ്റാൾക്കാരോട് അന്വേഷണം നടത്തുന്നത്? അതുമല്ല, നമ്മൾ തുടങ്ങുന്ന പച്ചക്കറി കടയ്ക്ക് മുന്നിൽ തന്നെ അയാൾ എന്തിനാ പച്ചക്കറി ഹോൾസെയിൽ കട തുടങ്ങുന്നത്? അത് നമ്മളെ തകർക്കാൻ വേണ്ടി തന്നെയല്ലേ? നമ്മളെയല്ല, സിജനെ. സിജൻ മാത്രം അയാളുടെ ഉന്നം. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതെന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ചോദിക്കാനും ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറയാനുമാ ഞാൻ അയാളെ തേടിപ്പോയത്. അയാളുടെ വിലപിടിപ്പുള്ളത് വലുതും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് കൊടുക്കില്ലേ? എനിക്ക് വലുത് നിങ്ങളൊക്കെ തന്നെയാ. നിങ്ങളെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചിട്ട് എനിക്കെന്ത് നേടാനാ? കണ്ണീര് തോരാതെ ഒരാൾ അകത്തിരിപ്പുണ്ട്, കുട്ടിമണി. സിജൻ ഇവിടുന്ന് പോയപ്പോ മുതൽ കരയാൻ തുടങ്ങിയതാ. കുട്ടിമണിയുടെ സ്വപ്നം തകർന്നതിന്റെ വേദനയെക്കാളും കുട്ടിമണിയെ കരയിച്ചത് സിജൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. കുട്ടിമണിയെ ആശ്വസിപ്പിക്കാൻ നിൽക്കുന്നതിന് പകരം സിജൻ അയാളുടെ അടുത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ ധൃതിപ്പെട്ടു പോകണമെങ്കിൽ ഗുരുതരമായ എന്തോ ഉണ്ട്. പറഞ്ഞില്ലേ സീതെടുത്തി, അയാളുടെ കാല് പിടിക്കാനാ ഞാൻ പോയത്. എന്റെ കുട്ടുവിന്റെ കണ്ണൊരിക്കലും നനയരുതെന്ന് ആശിക്കുന്ന ആളാ ഞാൻ. അതറിയാം സിജ. കുട്ടിമണിയുടെ കണ്ണ് നനയാൻ ഇടവരരുതെന്ന് ആശിക്കുന്ന സിജൻ തന്നെയാ അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും. എന്നോട് പറയാൻ വെമ്പുന്ന എന്തോ സത്യങ്ങള് സിജന്റെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ടോ സിജൻ അത് പറയുന്നില്ല. അത് പറയാത്തിടത്തോളം ഇങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കും. ശാശ്വത സമാധാനം എന്നൊന്നുണ്ടാവില്ല ഞങ്ങൾക്കാർക്കും. എനിക്കറിയാം. എന്റെ മുന്നിൽ നിന്ന് ഉരുകയാണ് സിജൻ. സങ്കടമുണ്ട് സിജ, ഒരുപാട് സങ്കടമുണ്ട് സിജൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ. കുട്ടിമണി ഈ നേരം വരെ ഒരു വക കഴിച്ചിട്ടില്ല. പെണങ്ങി ദേഷ്യപ്പെട്ട് ഒരേ ഇരിപ്പ. ചെന്ന് കുട്ടിമണിയെ സമാധാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചെല്ല്, ചെല്ല്. കുട്ടു, ഞാനിവിടെ നിന്ന് നേരെ പോയത് അയാളുടെ അടുത്തേക്കാ. നമുക്ക് ദ്രോഹം ചെയ്ത വിനായകന്റെ അടുത്തേക്ക്. അയാൾ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് അറിയണ്ടേ? എന്നിട്ട് അറിഞ്ഞോ? അത് അയാൾ പറയുന്നത് അയാൾക്കും കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാ. അത് വേറെ എവിടെയെങ്കിലും ചെയ്താ പോരെ? എന്തിനാ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ തുടങ്ങുന്നത്? അല്ല, അത് ഞാൻ ചോദിച്ചു. അത് അയാളുടെ സൗകര്യം എന്ന് അയാൾ പറയുന്നത്. കുട്ടി വിഷമിക്കണ്ട.
അയാൾ എന്ത് വേണേലും കാണിക്കട്ടെ. നമ്മൾ നമ്മുടെ കട തുടങ്ങുക തന്നെ ചെയ്യും. ആ അതെങ്ങനെയാ? അയാളുടെ വലിയ കട വന്നാ പിന്നെ നമ്മുടെ കട തുടങ്ങാൻ പറ്റത്തില്ലെന്നല്ലേ വലിയേട്ടൻ പറഞ്ഞേ? അല്ല, അതിന് നമുക്കൊരു വഴിയുണ്ടാക്കാം. പച്ചക്കറി കടയല്ലെങ്കിൽ വേറൊന്ന്. എന്തായാലും നമ്മൾ പിറകോട്ടൊന്നും പോവില്ല. ആ പച്ചക്കറി കട തന്നെ മതി, വേറൊന്നും വേണ്ട. ആ അങ്ങനെയെങ്കിൽ അങ്ങനെ. ആരുടെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കരുത്. ഞാനേ ആ വിനായകനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ വെല്ലുവിളി നടത്തിയെടുക്കണമെങ്കിൽ എനിക്ക് ബലമായി എൻ്റെ കുട്ടു ഉണ്ടാവണം. ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ കുട്ടു ഭക്ഷണമൊന്നും കഴിക്കാതെ പിണങ്ങിയിരുന്ന ഞാൻ കുഴഞ്ഞു പോവില്ലേ കുട്ടു? കുട്ടു, കുട്ടുവിനെ നോക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. എന്നെ നോക്കാൻ കുട്ടു മാത്രമല്ലേ ഉള്ളൂ. അതെന്താ കുട്ടു മനസ്സിലാക്കാത്തെ? ഞാൻ ഒറ്റയ്ക്ക് ചോറൂണ് നടത്തിയപ്പോൾ എല്ലാവരും എന്നെ വഴക്കു പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ ഇതും ഉണ്ടായി. അപ്പൊ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. മനസ്സിന് ഒറ്റ പോക്ക് പോയില്ലേ? ഞാൻ പറഞ്ഞല്ലോ എല്ലാം. എണീറ്റ് വന്നേ, ഭക്ഷണം കഴിക്കാം. വാ കുട്ടു. ഇല്ല. ദേ കുട്ടു, ഇനി എണീറ്റില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കിയെടുത്തോണ്ട് പോകും. അപ്പോ എന്റെ ഇടുപ്പ് ഒടിയും. ആ. വാ കുട്ടു. സീതേ, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല ബാലേട്ടാ. ഈ മുഖത്ത് കാണാനുണ്ട് നല്ല വിഷമം. അതെന്തിൻ്റെയാണെന്ന് എനിക്കറിയാം. സിജമ്പലം പറഞ്ഞോ? എന്താ ബാലേട്ടാ? അല്ല, നമ്മുടെ പച്ചക്കറി കടയുടെ കാര്യത്തെക്കുറിച്ച്. കട നടക്കില്ല എന്ന് പറഞ്ഞൊരു പോക്ക് പോയതല്ലേ സിജൻ? വന്നില്ലേ? വന്നു, പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല. എല്ലാവരെക്കാളും കൂടുതൽ വിഷമത്തിലായിരുന്നല്ലോ കുട്ടിമണി. കുട്ടിമണിയെ സമാധാനിപ്പിച്ച് ചോറ് കഴിപ്പിക്കാൻ കൂട്ടിക്കൊണ്ടു പോയിരിക്കുക സിജൻ. ആകെ തകർന്നിരിക്കുവാവും സിജൻ. ആ വിനായകൻ എന്തിനാ നമ്മുടെ കടയുടെ മുമ്പിൽ തന്നെ പച്ചക്കറി ഹോൾസെയിൽ തുടങ്ങുന്നതെന്നാ പിടികിട്ടാത്തത്? എന്തോ പകപോക്കൽ പോലെ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കൂ? പണ്ടെങ്ങോ ജയിലിൽ വെച്ചുള്ള ചെറിയ പരിചയം മാത്രമേ ഉള്ളൂന്നല്ലേ സിജൻ പറഞ്ഞത്? പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. അത് നമ്മളവിടെ പച്ചക്കറി കട തുടങ്ങുന്ന കാര്യം അറിയാതെയായിരിക്കും അയാൾ ഹോൾസെയിൽ കട പ്ലാൻ ചെയ്തതേ. അല്ല, അങ്ങനെ ആവുമല്ലോ. അയാളെ കണ്ട് കാര്യം പറയാൻ സിജൻ പോയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പിന്മാറാൻ സാധ്യതയുണ്ടോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും സിജനോട് ചോദിച്ചില്ല ബാലേട്ട. വന്ന ഉടനെ സിജൻ കുട്ടിമണിയുടെ അടുത്തേക്കാ പോയത്. തകർന്നിരിക്കുന്ന സിജൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും കുട്ടിമണിയെ? മനസ്സ് നീറിപ്പിടയുമ്പോൾ വേണ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ നോക്കുക എന്നുള്ളത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഈ ഒരവസ്ഥയിൽ സാരമില്ല, പോട്ടെ, ശരിയാകുമെന്നൊക്കെ വെറും വാക്ക് പറയാൻ പറ്റാത്തോണ്ടാ സിജന്റെ അടുത്തേക്ക് പോകാൻ ഞാൻ മടിക്കുന്നത്. അത് നന്നായി ബാലേട്ട. ഈയൊരു കാര്യത്തിൽ ഇവിടെയുള്ളവർക്ക് അനുഭവിക്കുന്ന വേദന തുല്യ. എല്ലാം അന്യോന്യം അറിയുകയും ചെയ്യാം. അതെ, എല്ലാം നേരെയായി വരാൻ ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരട്ടെ. അല്ലാതിപ്പോൾ വേറെ എന്തു പറയാനാ? പാവം ബാലേട്ടൻ സിജന്റെ മനസ്സിൽ കിടന്ന് തിളയ്ക്കുന്ന വേറെ ആകുലതകളൊന്നും മനസ്സിലാക്കിയിട്ടില്ല ബാലേട്ടൻ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ മനസ്സൂടി കലങ്ങണ്ട. സിജ, സിജന്റെ വാക്കുകളിലും സാമീപ്യത്തിലും കുട്ടിമണിക്ക് സമാധാനമായി. ചോറ് കഴിച്ച് കിടന്നു. നല്ലത് തന്നെ. പക്ഷെ എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്ക് സിജൻ മറുപടി തരണം. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയാറുണ്ട്. അതാ ഇപ്പൊ സിജന്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സിജന്റെ നിഷ്കളങ്കത ആരോ മുതലെടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു കുരുക്കാണെന്നത് ഉറപ്പാ. അതിൽ കുടുങ്ങി സിജൻ ഞെരിപ്പിരി കൊള്ളുക. അതിന്റെ ഫലമായി ഇവിടെയുള്ളവരെല്ലാവരും വേദനിക്കുന്നുണ്ട് സിജ. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പറ സിജ, എന്താ സിജനെ അലട്ടുന്ന ഇത്ര വലിയ പ്രശ്നം? ആ വിനായകൻ മനഃപൂർവ്വം തന്നെയാണ് ആ കട തുടങ്ങുന്നതല്ലേ?
ഈ വിനായകന് സിജിനോട് ഇത്രയ്ക്ക് പക തോന്നാൻ കാരണം എന്താ? അത് അയാളുമായിട്ട് എനിക്ക് നേരിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ഒരു ബന്ധവും ഇല്ലാഞ്ഞിട്ടാണോ സിജിനെ തേടി അയാൾ ഇവിടെ വന്നത്? സിജിൻ വീണ്ടും നുണയാ പറയുന്നത്. ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും സീതയെടുത്തേക്ക് നുണയായിട്ടേ തോന്നൂ. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ദേ, ഇതൊരു തരം രക്ഷപ്പെടല. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞാ തീർന്നല്ലോ. ഞാൻ ഇങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുന്നത് സിജിനെ ധർമ്മസങ്കടത്തിലാക്കാനല്ല. മനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്നത് ഒരാളോട് പറഞ്ഞ വീർപ്പ് മുട്ടൽ ഒഴിവായി കിട്ടുമല്ലോ, അതുകൊണ്ടാ. ഇത്രയൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്തിട്ടും സിജിനൊന്നും മിണ്ടാത്തപ്പോ മനസ്സിലായി എന്നെ ഒട്ടും വിശ്വാസമില്ലാന്ന്. അയ്യോ, അങ്ങനെ പറയല്ലേ സീതയെടുത്തി. സീതയെടുത്തി എനിക്ക് വിശ്വാസമാ. ഞാൻ പറയാം. വലിയൊരു കനൽക്കൂമ്പാരം നെഞ്ചു പേറിയ ഞാൻ നടക്കുന്നത്. അതെല്ലാം സീതയെടുത്തിയോട് തുറന്നു പറയണമെന്നുണ്ട്. ഞാൻ പറയും. 2 ദിവസം കൂടി കഴിയട്ടെ. 2 ദിവസത്തിനകം എല്ലാം കലങ്ങി തെളിയും. അപ്പോൾ സീതയെടുത്തിയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാവും. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. സീതയെടുത്തിക്ക് ഒന്നുറപ്പിക്കാം, അതൊന്നും എനിക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ചെയ്തതല്ല. സീതയെടുത്തി നേരത്തെ പറഞ്ഞത് തന്നെയാവും ഒരുപക്ഷെ കാരണം. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന്. ഞാനായിട്ട് ഈ വയലോരം വീട്ടിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. ആരുടെയും മനസ്സ് വേദനിപ്പിക്കത്തുമില്ല. ശിവാനി ഉറങ്ങിയില്ലേ? സിജന, ഒന്ന് പെട്ടെന്നിങ്ങി വരൂ. എന്താ ശിവാനി, എന്തു പറ്റി? വീടിന് പുറത്ത് ആരുണ്ട് സിജന? വാതിലിൽ ഒരുപാട് നേരം മുട്ടി. സിജന ഒന്ന് വേഗം വരണം. ശിവാനി, ഒക്കെ ശിവാനിയുടെ തോന്നല. അല്ല സിജന, ആരുടെയോ കാലച്ചു വരെ ഞാൻ കേട്ടതാ. ശിവാനി, ഇപ്പൊ സമയം എന്തായതറിയോ? പാതിരാത്രിയാ. ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ രാവിലെ എത്തിക്കോളാം. എനിക്ക് ഉറക്കം വരില്ല സിജന. ഒരുപക്ഷെ രാവിലെ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിലോ? ശിവാനി. അതെ സിജന, ഈ വീടിന് പുറത്ത് ആരും ഉണ്ട്. ഒന്ന് വേഗം വാ സിജന, എനിക്ക് പേടിയാവുന്നു. ശിവാനി, പേടിക്കാതെ. ഞാൻ പിച്ചള അങ്ങോട്ട് പറഞ്ഞുവിടാം. പിച്ചള ഒന്ന് വിളിക്കട്ടെ. പിച്ചളയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്ന് ശിവാനിയുടെ തോന്നലുകളല്ലെങ്കിൽ.
ശിവാനി, ഇത് ഞാനാ, സിജണ്ണനാ. ശിവാനി, ശിവാനി എന്തിനെങ്ങനെ പേടിക്കുന്നേ? ഇവിടെ ഒന്നും ആരുമില്ല. സിജന, ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ ശിവാനി എന്നെ പറഞ്ഞി വാ, നമുക്ക് ഈ വീടിന് ചുറ്റും നടന്നു നോക്കാം. ആളല്ലെങ്കിൽ പിന്നെ ആരാ വാതിൽ മുട്ടിയത്? നാട് മൊത്തം ഇപ്പൊ നായ്ക്കൾ പെരുകി കിടക്കല്ലേ ശിവാനി. വാതിൽക്കൽ വന്ന് അവറ്റകൾ കടിപിടി കൂടിയതാവും. കൈ കൊണ്ട് വാതിലിന്റെ ശക്തിയായി മുട്ടുന്ന ശബ്ദമാ സിജന ഞാൻ കേട്ടത്. ഇത് അയാളാ സിജന. ആര്? വിനായകൻ. ഞാൻ ഇതിനകത്തുണ്ടെന്ന് ഉറപ്പിച്ച് തന്നെയാ അയാൾ പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ അയാളല്ലാതെ മറ്റാരാ ഇങ്ങനെ വന്ന് വാതിലി മുട്ടാൻ വരിക? ശിവാനി, ഇപ്പൊ സമയം എത്രയെന്നറിയാവോ? എന്റെ കുട്ടുവും കുഞ്ഞും ഉറക്കത്തിലായോണ്ട് മാത്രമാ എനിക്കിങ്ങോട്ട് വരാൻ കഴിഞ്ഞത്. സിജനം വരത്തില്ലെന്നാ ഞാൻ കരുതിയത്. പിച്ചളെ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എന്ത് വരട്ടെ എന്ന് കരുതി ഞാനിങ്ങോട്ട് ഇറങ്ങിയതാ. എനിക്ക് ശ്വാസം വേണ്ടത് ഇപ്പോഴാ സിജന. സമാധാനമായല്ലോ. ഇനി ഈശ്വരന്റെ മനസ്സിൽ വിചാരിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇല്ല സിജന, എനിക്കിനി ഉറക്കം വരില്ല. ഓഹോ, അപ്പൊ ഇരുന്ന് നേരം വിളിപ്പിക്കാനുള്ള ഉദ്ദേശമാണോ? എന്തായാലും എനിക്ക് പോയേ പറ്റൂ. കുട്ടു ഉണരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അപ്പൊ ഞാൻ ഇവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങ് ശിവാനി. ഇവിടെ ആരും വരത്തില്ല. ദേ, ഇനി വാശി പിടിച്ചാൽ ഞാൻ ധർമ്മസങ്കടത്തിലായിപ്പോ. അതെ, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളയി, ഒന്നും വരില്ല. ഉറങ്ങാതിരിക്കരുത്, പോയി കിടക്ക്. ഞാൻ ഇറങ്ങട്ടെ. സിജന, നിന്നോടാ പറഞ്ഞ ഇറങ്ങി വരാൻ. ഇറങ്ങി വരാൻ നിന്നോടാ പറഞ്ഞ ഇറങ്ങി വരാൻ. നിന്റെ അകത്തുള്ള പരിപാടിയൊക്കെ മതി, ബാക്കി പുറത്താ. ഇറങ്ങി വേണ. ഇറങ്ങി വന്നില്ലെങ്കിൽ ഈ സ്കൂട്ടർ ഞങ്ങൾ കത്തിക്കും. നിന്നോടാ പറഞ്ഞ ഇറങ്ങി വരാൻ. ഇതാണല്ലേ ആള്. കൊള്ളാം, കുറെ നാളായി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാ കെണി വീണത്. അതെ, ഞങ്ങൾ സദാചാര പോലീസ് കളിച്ചെന്നുള്ള പരാതി വേണ്ട. ശരിക്കുള്ള പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങെത്തും. ചേട്ടാ, നിങ്ങൾ കരുതും പോലെ ഒന്നുമില്ല. ഇതെന്റെ അനിയത്തിയാ. പിടി വീഴുമ്പോ അനിയത്തിയും കസിനും ഫാമിലി ഫ്രണ്ടൊക്കെ ആവും. ഞങ്ങളത് കുറെ കണ്ടതാ. സിജന, ആഹാ, ഇതാണോ അനിയത്തി? കണ്ടാൽ ഒരിക്കലും പറയില്ല അനിയത്തിയാണെന്ന്. കരയാതെ, ഇവരെന്തോ തെറ്റിദ്ധരിച്ചേക്കുവാ. തെറ്റിദ്ധാരണയൊന്നുമല്ല. ഞങ്ങൾ ഈ ഭാഗത്തുള്ളപ്പോ ഇങ്ങനെയുള്ള ഇടപാടുകളൊന്നും അനുവദിച്ചിരുന്നില്ല. ചേട്ടാ, അങ്ങനൊന്നും പറയരുത്. നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ? ഉണ്ട്, അവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളത്, അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല. ഇതുപോലുള്ള രാത്രിസഞ്ചാരക്കാരെ ഒരുപാട് പേരെ ഞങ്ങൾ പൊക്കിയിട്ടുള്ളതാ. അവരൊക്കെ ഇത്തരം ഡയലോഗാ പറയാറ്. അതുകൊണ്ടേ ഞങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ല. ചേട്ടാ, നിങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ലായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അവസ്ഥ. ഓ, അപ്പൊ കന്നിക്കാരാണല്ലേ? ഒരാളേ ഉള്ളൂ, വേറെ മെമ്പേഴ്സ് ഒന്നും എത്തില്ലേ? വേറെ നോക്കണോ? നോക്കിക്കോ, വേറെ ആരും ഇല്ല ഇവിടെ. ഞാൻ പറഞ്ഞത് സത്യമാ. ഇതെന്റെ അനിയത്തി കുട്ടിയാ. അങ്ങനെയെങ്കിൽ ഈ ചേട്ടന്റെ അനിയത്തിയുടെ മുഖം എല്ലാരും ഒന്ന് കാണട്ടെ. ചേട്ടാ വേണ്ട, പോക്ക് തന്നെ കാണിക്കരുത്. നിങ്ങൾ കുറച്ചുകൂടെ മനുഷ്യത്വം കാണിക്കണം. ഒരാണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കണ്ടാലുടൻ അനാശാസ്യമാണെന്നുള്ള നോട്ടീസ് പതിപ്പിക്കുന്നത് ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ നിങ്ങൾക്ക്? നിങ്ങളെപ്പോലുള്ള കപട സദാചാരക്കാരുടെ ചെയ്തികളിൽ ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? വേറെ ചിലർ ജീവനൊടുക്കിയില്ലേ? അതിനൊക്കെ എന്തെങ്കിലും ഉത്തരവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ചേട്ടാ, ഒരാളുടെ സഹോദരനോ സഹോദരിയോ ആവണമെങ്കിൽ ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നു വീഴണമെന്നില്ല. അല്ലാതെ തന്നെ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതറിയാത്തതുകൊണ്ടാ നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിർത്തോ. വേശിയുടെ ചാരിത്ര പ്രസംഗം പോലെ അവന്റെ ഒരു ഗീർവാണം വിടല്. താനിനി എന്തൊക്കെ ഡയലോഗ് അടിച്ചാലും രണ്ടിനെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ചേട്ടാ പ്ലീസ്. അവന്റെ ഒരു പ്ലീസ്. ഓ, ഇതാണോ കക്ഷികൾ? അതെ സാറേ, കുറച്ച് നാളായി കലാപരിപാടി തുടങ്ങിയിട്ട്. വല വിരിച്ച് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. എന്താ എന്റെ പേര്? മനസ്സിജൻ. എന്ത്? മനസ്സിജൻ.
മനസ്സിജൻ. ഇതോ ശിവാനി. എന്താ നിനക്ക് നാവില്ലേ? ശിവാനി. സാറേ, ഇവിടെ മോശമായിട്ടൊന്നും നടന്നിട്ടില്ല. ഇവര് വെറുതെ വെറുതെ പോലീസ് വരുന്നവരെ ക്ഷമിച്ചു നിന്നാ തെറ്റായി പോയത്. വേണ്ട. ഇതെന്റെ അനിയത്തിയ സാറേ. അനിയത്തിയോ? അതെ. നിങ്ങൾ രണ്ടാളും ഇവിടെയാണോ താമസം? അത് ഞാനിവിടെ അല്ല, എൻ്റെ വീട്ടിലാ. ഇവിടെ ഇവള് മാത്രമേ ഉള്ളൂ. ഇയാളുടെ വീട്ടിൽ, അനിയത്തി ഇവിടെ. അതിൽ തന്നെ ഒരു പൊരുത്തക്കേടുണ്ടല്ലോ. അത് സാറേ, എൻ്റെ നേരെ അനിയത്തിയല്ല. ഞാൻ എൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ് കാണുന്നത്. ഓ അങ്ങനെ. സ്വന്തം അനിയത്തിയല്ല, അനിയത്തിയെ പോലെ. സാറേ കൊള്ളാം. ഇപ്പോൾ എനിക്ക് റൂട്ട് ക്ലിയറായി. ഈ ടൈപ്പ് ഐറ്റങ്ങൾ കുറെ കൈയറിഞ്ഞിട്ടുണ്ട് ഞാൻ. ഫീൽഡിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. സാറേ പ്ലീസ് സാറേ, അങ്ങനെയൊന്നും പറയരുത്. സാറേ, അന്താരാഷ്ട്ര സെക്സ് റാക്കറ്റിലെ കണ്ണികളായിരിക്കും ഇവര്. നിർത്ത്, അതൊക്കെ ഞാൻ ചോദിച്ചോളാം. സാറേ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. ഇവളൊരു പാവോ സാറേ. പാവമായതുകൊണ്ടായിരിക്കാം തൻ്റെ ഈ ബിസിനസ് ഒന്ന് പെട്ടത്. മോഹന വാഗ്ദാനം നൽകി പറഞ്ഞു പറ്റിച്ചിട്ട് ആദ്യം സ്വയം ഉപയോഗിക്കും, പിന്നെ വിൽപ്പന, അത് കഴിഞ്ഞ് കയറ്റി അയക്കും. ബാക്കി സംസാരമൊക്കെ സ്റ്റേഷൻ നിന്നിട്ട് പറയാം. വന്ന് ജീപ്പിൽ കയറുക രണ്ടാളും. വെറുതെ ഒരു സീൻ ഉണ്ടാക്കല്. വന്ന് ജീപ്പിൽ കയറ്. സാർ ബാക്കിയൊക്കെ അവിടെ നിന്നിട്ട് പറയാം. നടക്കണം അങ്ങോട്ട്. മനസ്സിന് എവിടെ പോയി? നേരത്തെ എണീറ്റ് പോയോ? മനസ്സിയാ, 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 മനസ്സിയാ. വലിയച്ചി, മനസ്സിനെ കണ്ടോ? ഇല്ല. അകത്തില്ലേ കുട്ടിമണി? അവിടെ എങ്ങുമില്ല. രാത്രി ഞങ്ങള് കുറെ നേരം സംസാരിച്ച് കിടന്നതാ. രാവിലെ എണീറ്റ് നോക്കുമ്പോ കാണാനില്ല. അല്ല, അപ്പച്ചിയമ്മയില്ലല്ലോ ഇവിടെ? അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും കൂടി അമ്പലത്തിൽ പോയിരിക്കുക. ആ, എങ്കിൽ ചിലപ്പോ മനുഷ്യൻ അവരുടെ കൂടെ പോയിട്ടുണ്ടാവും. സീതേ, എന്റെ സ്കൂട്ടർ ഇവിടെ കാണുന്നില്ലല്ലോ. സിജൻ ഇന്നലെ രാത്രി തിരിച്ചു വന്നില്ലേ? സിജൻ ഇന്നലെ രാത്രി തിരിച്ചു വന്നില്ലെന്നോ? അതിന് സിജൻ രാത്രിയിൽ എവിടെ പോയത്? രാത്രി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ഞാൻ എണീറ്റ് വന്ന് നോക്കി. അപ്പോൾ സിജൻ സ്കൂട്ടറുമായിട്ട് പോകുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും എന്ന് കരുതി ഞാൻ വിളിക്കാനൊന്നും പോയില്ല. അതെ, രാത്രിയിൽ എപ്പോഴാ മനുഷ്യൻ പോയേ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് കുട്ടിമണി ഉറക്കത്തിലായതുകൊണ്ടായിരിക്കും പറയാതെ പോയത്. ഇന്നലെ ഇങ്ങനൊരു പോക്കുണ്ടോ? ഈ നേരമായിട്ട് സിജൻ തിരിച്ചു വന്നില്ലല്ലോ. അതെ, അത് നിങ്ങൾ അറിഞ്ഞോ? ഇവിടുത്തെ മനസ്സിനെ പോലീസ് പൊക്കി. ഒരു പെണ്ണിന്റെ കൂടെയാ പൊക്കിയത്. മെമ്പറെ, രാവിലെ വീട്ടിൽ കയറിയൊന്ന് അനാവശ്യം പറയരുത്. ഞാൻ പറയുന്നതല്ല അനാവശ്യം, മനസ്സ് ഞാൻ കാണിച്ചതാ അനാവശ്യം, അല്ല അനാശാസ്യം. അതിനാണ് രണ്ടുപേരെയും പിടിച്ചത്. ഇതിപ്പോ ചൂട് വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇത് നിങ്ങളെ അറിയിക്കുവാനുള്ള കടമ എനിക്കുള്ളത് കൊണ്ട് ഒരു കാലി ചായ പോലും കുടിക്കാതെ ഓടി വന്നതാ ഞാൻ തെറ്റിക്കാരനല്ലോ. അതെ, ഏത് പെണ്ണിന്റെ കൂടെയാ മനസ്സിനെ പിടിച്ച്? അതെ, അത് പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല.
ഇവിടെ അടുത്തൊരിടത്തൊരു വീടെടുത്ത് പാർപ്പിച്ചിരിക്കുകയായിരുന്നു ആ പെണ്ണിനെ. മനസ്സിജനെ അവിടുത്തെ നിത്യസന്ദർശകനായിരുന്നു. അങ്ങനെയാ ഇന്നലെ രാത്രിയിൽ ആൾക്കാർ കയ്യോടെ പിടികൂടിയെന്നു. പിന്നെ പോലീസ് എത്തി അവരെ അങ്ങ് കൊണ്ടുപോയി. അവർക്ക് അവരുടെ കടമ നിർവഹിക്കണ്ടായോ? പക്ഷേ ഇതങ്ങ് വിട്ടുകളയേണ്ട കേസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വിടില്ലല്ലോ. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴും നമുക്ക് കഴിയാത്തത് വേറൊരാൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഒരു തരം സുഖമുണ്ടല്ലോ, അതുള്ളവന്മാരാ സദാചാര കമ്മിറ്റിയുമായി നടക്കുന്നത്. പാവം മനസ്സിൽ ആ പാവത്തിന്റെ ഭാവി പോയി. പെണ്ണ് കേസാ, ജാമ്യം വരെ കിട്ടത്തില്ല. ബാലേട്ടന്റെ സ്കൂട്ടർ എടുത്ത് സിജൻ രാത്രിയിൽ എവിടേക്കാ പോയതെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ചേടാ, എന്നാലും മനസ്സിന് എങ്ങനെ മനസ്സ് വന്നു? പനിനീർ പൂവിന്റെ പരിശുദ്ധിയുള്ള ഈ കുട്ടുമണി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡബിൾ പ്ലേ കളിക്കാൻ? അയ്യോ, എന്റെ മനസ്സ് പോയി. എനിക്ക് ആരുമില്ലാണ്ടായി. അയ്യോ, അയ്യോ, അയ്യോ. ബാലേട്ടാ, അകത്തോണ്ടുപോയി കിടത്താം. ഒന്നുമില്ല മോളെ. ഇനി ഇവിടെ നിന്ന് പലതിനും സാക്ഷിയാകേണ്ടി വരും. കൊല്ലം വിട്ടാലോ? ബാലേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? ഈ വാർത്ത നാട് മുഴുവനും അറിയും. നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ഇനി. നീ ഇങ്ങനെ കരഞ്ഞു പറഞ്ഞ് കുട്ടിമണി ഉണർത്തണ്ട. കുറച്ചു നേരം ഇങ്ങനെ കിടക്കട്ടെ. എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിജനിങ്ങനെ ബാലേട്ടാ, ചിന്തിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. നമ്മളറിയുന്ന സിജന് ഇങ്ങനെയൊന്നും ചെയ്യാനാവില്ല. ആരെങ്കിലും ചതിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അനാവശ്യമായിട്ട് കുറച്ച് ദുരഭിമാനം ഉണ്ടെന്നല്ലാതെ സിജന് മറ്റൊരു ദുശീലങ്ങളും ഇല്ല. നമ്മുടെ കുട്ടമണി മറന്ന സിജൻ ഇല്ല, ഇത് ചതി തന്നെയാ. ബാലേട്ടാ, ബാലേട്ടന്റെ ധാരണകളൊക്കെ ശരിയാ. ഒരു ചതി നടന്നിട്ടുണ്ട്, അതുറപ്പാ. ചതിച്ചത് സിജനാണോ അതോ മറ്റു വല്ലവരും ആണോ എന്നേ അറിയേണ്ടതുള്ളൂ. ബാലേട്ടൻ ഒരു ദിവസം എന്നോട് ചോദിച്ചില്ലേ, ബാലേട്ടന് പകരം ഉള്ളിൽ നെരിപ്പോടുമായി നടക്കുകയാണോ ഞാനെന്ന്. അതിനുത്തരം അപ്പ പറയാൻ പറ്റിയില്ല എനിക്ക്. ഇപ്പൊ പറയാം, ആയിരുന്നു. ഞാൻ പറയുന്നത് ബാലേട്ടൻ ക്ഷമയോടെ കേൾക്കണം. നമ്മളിൽ നിന്ന് പലതും സിജൻ ഒളിക്കുന്നുണ്ടോന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ? ഒരു ദിവസം സിജന്റെ ഷർട്ട് കുട്ടിമണി അലക്കാനെടുത്തു. ഷർട്ട് വെള്ളത്തിലിട്ടപ്പോ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ഒരു ബില്ലുമായി കുട്ടിമണി എന്റെ അടുത്തേക്ക് വന്നു. ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സുകൾ വാങ്ങിയതിന്റെ ബില്ലായിരുന്നു അത്. പക്ഷേ കുഞ്ഞുമണിക്ക് മരുന്ന് വാങ്ങിയതിന്റെ ബില്ലാണെന്ന് പറഞ്ഞ് കുട്ടിമണിയെ ഞാൻ സമാധാനിപ്പിച്ചു. ബില്ലിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ എന്തൊക്കെയോ നുണകളാ സിജൻ പറഞ്ഞത്. ടൗണിൽ പോയപ്പോ സിജനെ പോലെ ഒരാളെ ഞാൻ കണ്ടു പറഞ്ഞപ്പോഴും
അത് താനല്ലെന്ന മട്ടില്ല സിജൻ സംസാരിച്ചത്. അത് സിജൻ തന്നെയായിരുന്നു ഇപ്പൊ മനസ്സിലായി. അതെ ബാലേട്ട, ആർക്കോ വേണ്ടി ഡ്രസ്സുകൾ വാങ്ങിക്കാനാ അന്ന് സിജൻ പോയത്. അതുമാത്രമല്ല, ഒരു ജുവലറിയിൽ വെച്ചും സിജനെ അമ്മാമ്മ കണ്ടിരുന്നു. കുഞ്ഞുമണിയുടെ ചോറൂണിന് നൽകാൻ മോതിരം വാങ്ങാൻ ചെന്നതാണെന്നാ സിജൻ അമ്മാമ്മയോട് പറഞ്ഞത്. അക്കാര്യം അമ്മാമ്മ അപ്പോഴേ എന്നെ വിളിച്ച് അറിയിച്ചിരുന്നു. അതേപ്പറ്റി ഞാൻ സിജനോട് ചോദിച്ചപ്പോ സിജൻ തന്ന മറുപടി ബാലേട്ടനും കേട്ടതല്ലേ, മോതിരം നോക്കി വില അറിയാൻ പോയതാണെന്ന്. ഓക്കെ, ഇതിനായിരുന്നു ബാലേട്ട. പിന്നെ ഇതൊന്നും അല്ലാതെ സിജന്റെ വരവിലും പോക്കിലും എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, പലതും ഒളിക്കുന്നത് പോലെ. ഇവിടുത്തെ ഒരു കാര്യത്തിലും ഒരു ശ്രദ്ധയും കാണിക്കുന്നില്ല. ആ, അന്ന് കുട്ടിമണി പായസം ഉണ്ടാക്കിയ ദിവസം സിജന്റെ പെരുമാറ്റം കുട്ടിമണിയെ കരയിക്ക് പോലും ചെയ്തതാ. ഞാനാ പിന്നെ കുട്ടിമണിയെ സമാധാനിപ്പിച്ചത്. എന്നിട്ട് ആ പാവം സിജനെ ആശ്വസിപ്പിക്കുക ചെയ്തത്. അപ്പോഴും സിജന്റെ മനസ്സ് ഇവിടെയൊന്നും ആയിരുന്നില്ല. എന്താ പറ്റിയതെന്ന് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോ 2 ദിവസത്തിനകം എല്ലാം കലങ്ങി തെളിയൊന്നും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാ സിജൻ പറഞ്ഞത്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എല്ലാം നന്നായിട്ട് കലങ്ങി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നീ എന്നോടൊന്നും പറയാതിരുന്ന എന്താ സീതേ? ഇത്രയ്ക്ക് മാരകമായ ഒന്നാണ് സിജന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ബാലേട്ട. അതങ്ങ് പോവുകയും ചെയ്യുന്നു കരുതി. ഇതിപ്പോ പ്രശ്നങ്ങൾ അനവധി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷേ വയലോരം വീട്ടിൽ ആദ്യമായിട്ടാ ഇങ്ങനെയൊന്നും. മറ്റൊന്നും പോലെയല്ല, സ്ത്രീ വിഷയം. വേറെ എന്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാനം പോയാ അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനും അമ്പലത്തിൽ പോയിരിക്കുക. വരുമ്പോ ഇതറിയും. അറിഞ്ഞ എന്താവും സ്ഥിതി? ബോധം വീണ് കുട്ടിമണി ഉണർന്ന അത് വേറൊരു വശത്ത്. ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഭർത്താവിനെ ഒരു പെണ്ണിന്റെ കൂടെ അസമയത്ത് പോലീസ് പിടിച്ചെന്നറിഞ്ഞ എങ്ങനെ സഹിക്കും ഒരു ഭാര്യ? മനക്കെട്ടില്ലാത്തവര് ജീവൻ ഒടുക്കി കളയും. സീതേ, നീ കുട്ടിമണി ശരിക്കും നോക്കണം. കണ്ണു തെറ്റരുത്. ഞാനിപ്പോ വരാം. ബാലേട്ട, ബാലേട്ടൻ എങ്ങോട്ട് പോന്നു? ആകെ മുങ്ങിയ തണുപ്പറിയില്ലെന്ന് കേട്ടിട്ടില്ലേ? ആ ഒരവസ്ഥയിലാണ് ഞാൻ. മനസ്സാകെ മരവിച്ച അവസ്ഥയിലാ. അതുകൊണ്ട് എവിടെയും കയറിച്ചല്ല. സാർ, ഒരു മനസ്സിജൻ. ബാലേട്ടാ, വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന സിജനല്ല ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ബാലേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട സിജ. ഇങ്ങനൊരു നാണക്കേടുണ്ടാക്കി വെച്ചപ്പോ തൃപ്തിയായല്ലോ. സിജനിൽ നിന്നൊരിക്കലും ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല. വയലോരം വീടിന്റെ അന്തസ്സ അഭിമാനമാ സിജൻ ഒറ്റ നിമിഷം കൊണ്ട് കാറ്റിൽ പറത്തിയത്. ബാലേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കള്ളത്തരം കൈയോടെ പിടികൂടുമ്പോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും. സിജൻ ഇപ്പൊ അതിനാ ശ്രമിക്കുന്നത്. ബാലേട്ടാ, ഞാൻ വയലോരം വീടിന് ഒരു ചീത്ത പേര് ഉണ്ടാക്കിയില്ല. ഇല്ലേ? എന്നിട്ടാണോ ഒരു പെണ്ണിനെ ചേർത്ത് നാട്ടുകാരെ പിടിച്ചത്? പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്? തീയില്ലാതെ പുകയുണ്ടാവില്ല സിജ. കേട്ടതൊന്ന് കണ്ണടച്ച് വിശ്വസിക്കരുത് ബാലേട്ടാ. വിശ്വസിച്ചിരുന്നില്ല ഞാൻ ഈ നിമിഷം വരെ. മെമ്പർ വന്ന് വിവരം പറഞ്ഞപ്പോ കേട്ടതൊന്നും സത്യാവില്ലെന്ന് പ്രാർത്ഥിച്ചു ഞാൻ. പക്ഷെ ഇപ്പോ ഇവിടെ വന്നെല്ലാം നേരി കണ്ടപ്പോ എല്ലാം ബോധ്യമായി. ബാലേട്ടാ, എന്നൊന്ന് വിശ്വസിക്കും ബാലേട്ടാ. ഞങ്ങളുടെ വിശ്വാസങ്ങളല്ലേ നീ തകർത്തത്. ജോലിയും വരുമാനവും അല്ല സിജ. 4 ആളുടെ മുമ്പിൽ തലയുയർത്തി നടക്കാനുള്ള അന്തസ്സും അഭിമാനമാ ഒരു മനുഷ്യന് ഏറ്റവും വലുത്. ഇപ്പോ അത് സിജന് തീരെ ഇല്ലാതായി. ഇതിന്റെ പേരിൽ സമൂഹത്തിന് മുമ്പിൽ നാളെ ഞങ്ങൾക്കും തലകുനിക്കേണ്ടി വരില്ലേ? ഇതിലും ഭേദം ഞങ്ങൾ എങ്ങ് കൊല്ലുമായിരുന്നില്ലേ? ബാലേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ബാലേട്ടാ. കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കേണ്ടത്
എന്നോടോ ഈ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ മുമ്പിലോ അല്ല, കുട്ടിമണിയോടാ. ആ പാവം അവിടെ ബോധം കെട്ട് കിടക്കുക. ഏതു നേരവും മനസ്സിജൻ എന്ന് പറഞ്ഞ് നിന്നെ കുഞ്ഞുമണി നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കുട്ടിമണിയെങ്കിലും ഉറക്കം പാരുന്നില്ല നിനക്ക്? ബാലേട്ടാ, എന്റെ കുട്ടുവിനെ കുഞ്ഞുമണിയും മറന്ന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരക്ഷരം മിണ്ടരുത് നീ. ഓ, ഇതാണല്ലേ ആള്. ബാലേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു കാര്യമില്ലാതെ നാട്ടുകാരും പോലീസും ഞങ്ങൾ സംശയിക്കുകയാണ്. ഇവക്ക് വേണ്ടിയായിരുന്നല്ലേ സിജൻ ഇത്രയും നാൾ ടെൻഷൻ അടിച്ച് നടന്നത്? ഒരു പണിയും വരുമാനവും ഒന്നുമില്ലാത്തതിന്റെ സങ്കടം വന്നാ ഞാനും സീത എല്ലാരും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. ഒരു വീട്ടിലുള്ളവരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയത് ഇവൾക്ക് വേണ്ടിയായിരുന്നു സിജ. ബാലേട്ടാ, രവിയെ പോലെയായിരുന്നു ഞാൻ സിജിനെ കണ്ടിരുന്നത്. കൂടപ്പിറപ്പിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇങ്ങനൊരു ദ്രോഹം വേണ്ടായിരുന്നു സിജ. എന്താ ഇവിടെ ഒരു ബഹളം? ഇയാളാരാ? സാർ, ഞാൻ സിജിന്റെ ഏട്ടനാ. ഓഹോ, അപ്പൊ അവകാശികളെത്തിയല്ലേ? ഇയാൾക്ക് നാണമില്ലേ? കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കിയവനെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? മഞ്ഞപ്പത്രത്തിലൊക്കെ ഫോട്ടോ സഹിതം അച്ചടിക്കാൻ പറ്റിയ നല്ല ഉഗ്രൻ കേസാ. ഇവളെ ഒരു വാടക വീട്ടിൽ കൊണ്ടിട്ടിട്ട് ഇയാൾ അവിടെ നിരന്തരം കയറി ഇറങ്ങുന്ന കാര്യം അറിയാമോ? ഇയാൾക്ക് കുടുംബം കുട്ടികളൊന്നുമില്ല. ഉണ്ട് സാർ. കഷ്ടം. കാണാൻ തരക്കേടില്ലാത്ത ഭാര്യ, അവൾ 3 നേരം വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണവും സ്നേഹവും, അവരെയൊക്കെ മറന്നിട്ട് ഇവനെ പോലെയുള്ളവർ ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിക്കും. ദാ ഇവളെ പോലെയുള്ളവരുടെ മഞ്ഞളിപ്പ് കണ്ടിട്ട്. സാർ, ഞാനും സിജനും തമ്മിലുള്ള ബന്ധത്തെ സാറ് തെറ്റിദ്ധരിക്കുക. ശിവാനി, പിന്നെ എന്ത് ബന്ധമാണ് നീ ഇയാൾ തമ്മിലുള്ളത്? നിന്നെ ഇയാൾ വിവാഹം കഴിച്ചതിന് വല്ല രേഖകളുമുണ്ടോ? അതോ ഇയാളിൽ നിന്ന് നിനക്കൊല്ല കുട്ടികളുണ്ടോ? സാറേ, രാത്രി പറഞ്ഞു തന്നെയാ സാറേ എപ്പോഴും പറയുന്നത്. ഇതെന്റെ അനിയത്തി കുട്ടിയാ, വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല സാറേ. ശിവാനി, എന്റെ ബായ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കണ്ടേ? ആരാടാ ഇയാള്? ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ പറയാ സാറേ. ഈ നിൽക്കണ മനസ്സിജൻ ബായിയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയാ. ഓഹോ, അപ്പൊ കൂട്ടുകക്ഷിയാണ്? കൂട്ടുകക്ഷി അല്ല സാറേ, ഈ കേസിലെ പ്രധാന കക്ഷിയാ ഞാൻ. മനസ്സിലായില്ല. ദേ, ഈ നിൽക്കണ ശിവാനി ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാ. അതെ സാറേ, പിച്ചള പറയുന്നത് നേരാ. ബായ് പറയണ്ട, ഞാൻ പറയാം. സാറേ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അടുപ്പുള്ളവരാ ഞാനും ശിവാനി. താങ്ങും തണലും ഇല്ലാത്ത ഒരു സാധുവാണ് സാറേ ഈ പെൺകുട്ടി. ഇവൾക്കൊരു ജീവിതം കൊടുക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതിന്റെ പേരിൽ എന്നെ വിശ്വസിച്ച് വീടും നാടും ഉപേക്ഷിച്ച് ഇറങ്ങി വന്ന പെണ്ണാ ശിവാനി. ആണോടി? അതെ സാറേ, ശിവാനി പിച്ചളയുടെ പെണ്ണാ. അങ്ങനെ ഇറങ്ങി വന്നോളാണെങ്കിൽ ഇവളെ എന്തിനാ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിപ്പിച്ചത്? ശിവാനി വന്നിറങ്ങിയ സമയം അല്പം മോശമായി പോയി സാറേ. ആവേശം കൊണ്ട് കല്യാണം ജീവിതം എന്നൊക്കെ പറഞ്ഞ് എടുത്തു ചാടാൻ പറ്റാത്തൊരവസ്ഥയാ. ഒരല്പം സാവകാശം വേണമെന്ന് പരസ്പരം ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു. മടക്കി അയക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ് സാർ ശിവാനിക്ക് ഞങ്ങൾ ഇവിടെ വീട് ഏർപ്പാടാക്കിയത്. ശിവാനിയുടെ ഉത്തരവാദിത്തം മൊത്തം ഒരു ആങ്ങളുടെ സ്ഥാനത്തു നിന്നും ഏറ്റെടുത്തത് ഞാനായിരുന്നു സാറേ. തനിച്ചായതുകൊണ്ട് ശിവാനിക്ക് ഇത്തിരി പേടി കൂടുതലായിരുന്നു. അങ്ങനെ പേടിച്ച് വിളിച്ചപ്പോഴാ പാതിരാത്രിയാണെന്ന് നോക്കാതെ ഞാൻ ശിവാനിയുടെ അടുത്തേക്ക് ഓടിയെത്തിയത്. തെറ്റിദ്ധാരണ കൊണ്ടാ സാറേ നാട്ടുകാരനെ തടഞ്ഞു വെച്ചത്. ഇവരീ പറഞ്ഞൊക്കെ വിശ്വസിക്കാമോ? എനിക്ക് ആരുമില്ല സാർ. ജീവിക്കാനുള്ള കൊതി കൊണ്ടാ ഞാനിവിടെ വന്നത്. എനിക്ക് ദൈവം തന്ന സഹോദരനാ സാർ സിജണ്ണ. എന്തൊരു കഷ്ടാണ് സാറേ. ഒരാങ്ങളയ്ക്കും പെങ്ങൾക്കും ഒരുമിച്ച് ഒരു നേരം ഇരിക്കാൻ പറ്റാത്ത കാലാണ്. കാണുന്ന കണ്ണുകൾക്കെല്ലാം അത് അവിഹിതം, അനാശാസ്യം, ദുർനടപ്പ്, അങ്ങനെ പലവിധ ആരോപണങ്ങൾ പറഞ്ഞു വെച്ച് അവരെ തടഞ്ഞു വയ്ക്കാനും സദാചാര പോലീസ് ചമയാനും കണ്ണിന് മഞ്ഞ ബാധിച്ച കുറെ നാട്ടുകാരും. അവർ ഫോണെടുത്ത് കുത്തുന്നതോടെ ഓടിയെത്തി അവരെ കസ്റ്റഡിയിലെടുക്കാൻ ഒരു വണ്ടി പോലീസുകാരും. സാറേ, ഉപദേശിക്കാന്ന് തോന്നരുത്. പോലീസ് സ്റ്റേഷൻ നന്നായാലേ ഈ നാട് നന്നാവൂ. വല്ല ഡയലോഗൊന്നും അടിക്കണ്ട. ഇല്ല, നിർത്തി. ഇതാണല്ലോ സാറുമാരുടെ കുഴപ്പം. രജിസ്റ്റേർഡ് കേസാ. സംസാരം നിർത്തി ഒരു വക്കീലിനെ കൊണ്ടൊന്ന് ജാമ്യം എടുക്കാൻ നോക്ക്. സിജ,
ഇതായിരുന്നു യാഥാർത്ഥ്യമെങ്കിൽ അതാദ്യമേ എന്നോട് പറയായിരുന്നില്ലേ? അത് പിന്നെ ബാലേട്ടനും എസ് ഐ പോലെ ആയിരുന്നല്ലോ. എൻ്റെ ഭാഗത്തുനിന്നും ഒന്നും പറയാനും കേൾക്കാനും അനുവദിച്ചില്ലല്ലോ. മെമ്പർ വന്ന് പറഞ്ഞപ്പോൾ സിജനൊരു മോശക്കാരനാണെന്ന് എല്ലാവരും ഒന്ന് വിശ്വസിച്ചു. അല്ലേ ബാലേട്ടാ? അത് പിന്നെ സിജ, സത്യം പറഞ്ഞ ഈ നിമിഷം വരെ ധർമ്മസങ്കടത്തിലായിരുന്നു ബാലേട്ട ഞാൻ. ഇപ്പൊ എല്ലാം മാറിയല്ലോ. ഇനി പുറത്തിറങ്ങി ഒരു വക്കീലിനെ തേടി പിടിച്ചു കൊണ്ടുവന്ന് ജാമ്യ അപേക്ഷ കൊടുക്കണം. ശേഷം നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടണം. അല്ല ബായ്, അന്തസ്സും അഭിമാനമുള്ളവർക്ക് അധിക നേരെ ഇരിക്കാൻ പറ്റിയ സ്ഥലം അല്ല അത്. അറിയാൻ പറ്റളേ, ശ്വാസം നേരെ വീണെങ്കിലും ശരീരം തളർന്നൊരവസ്ഥയില്ല. എൻ്റെ കുട്ടു, വീട്ടുകാര്. സിജ, സഹിക്കാൻ കഴിയാത്ത വിഷമത്തിലാ കുട്ടിമണി. ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല. സംഭവം അറിഞ്ഞപ്പോ എല്ലാരും തകർന്നു പോയില്ല സിജ? ബാലേട്ട, കുട്ടിമണി പെങ്ങളോടും സീതേടത്തിയോടും അപ്പച്ചി അമ്മയോടൊക്കെ ബാലേട്ടൻ പറയണം. ഈ പിച്ചള ഒരു പെണ്ണ് കെട്ടി കാണാൻ വേണ്ടിയിട്ടാണ് എന്റെ മനസ്സുജമ്പ ഇങ്ങനെ ഒരു ത്യാഗം ചെയ്തതെന്ന്. അതറിയുമ്പം അവരുടെ സങ്കടങ്ങളെല്ലാം വിട്ടുമാറിക്കോളും. അവര് മനസ്സിലാക്കിക്കോളും. ഞങ്ങളെ രണ്ടുപേരെ അനുഗ്രഹിക്കാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ബാലേട്ട. ശിവാനി, എന്നോട് ക്ഷമിക്കണം. സിജൻ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് ഇന്നു മുതൽ എന്നെയും കാണാം. ബാലേട്ട, നമുക്ക് വരെ ജാമ്യത്തിലിറക്കണ്ടേ? വന്നേ, നമുക്ക് പോയിട്ട് ഒരു വക്കീലിനെ കൂട്ടിയിട്ട് വരാം. സിജ, ഞങ്ങൾ പോയിട്ട് വരാം. ഞങ്ങൾ പോയി. ശരി. ഏയ്, ഇനി കരച്ചിലും കണ്ണീരൊന്നും വേണ്ട. വക്കീലിനെയും കുട്ടി ബാലേട്ടനും പിച്ചളയും വേഗം വരും. സിജന, ഞാൻ കാരണം സിജന എല്ലാവരുടെയും മുമ്പിൽ മോശക്കാരനായില്ലേ? ശിവാനി, ആൾക്കാർക്ക് ഒരാളെ നാറ്റിക്കാൻ വേണ്ടി എളുപ്പം പറഞ്ഞുണ്ടാക്കുന്ന ഒന്നാണ് പെണ്ണ് കേസ്. സമൂഹത്തിന്റെ ശാപം അത്. ജീവിതത്തിൽ ഒരു നല്ലത് സംഭവിക്കുന്നതിന് മുമ്പ് ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിൽ നമ്മൾ തകർന്നു പോകരുത്. ഇല്ല സിജന, സിജനൻ ഇങ്ങനെ ഒപ്പമുള്ളപ്പോ ഒരിക്കലും ഈ അനിയത്തിക്കുട്ടി തളരില്ല. ആ പോയ പിച്ചളയ്ക്കൊപ്പമാ ഇനി എൻ്റെ അനിയത്തിക്കുട്ടി ജീവിക്കേണ്ടത്. ആർക്കും മുന്നിൽ തലകുനിക്കാത്ത വിവേകിയും ധൈര്യശാലിയുമാ പിച്ചള. ശിവാനി, സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതുക.